നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ റോറിംഗ് ലയൺ, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആക്രമണം ഇറാനിലും ലബനനിലും ശക്തമായി തുടരുകയാണ്. ആക്രമണം ഒരു കാരണവശാലും നിർത്തില്ല എന്ന് US സെൻട്രൽ കമാൻഡ് ചീഫ് അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമാക്കിയതോടുകൂടി വരും ദിവസങ്ങളിലും സംഘർഷം രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. യുദ്ധം തുടങ്ങി 5-ാം ദിവസമാകുമ്പോഴും ശക്തമായ പ്രതിരോധങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ ഒരേ സമയം ഇറാനിലെയും ലബനനിലെയും ലക്ഷ്യങ്ങൾ തകർത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന IDF അറിയിച്ചു. ഓപ്പറേഷൻ തുടങ്ങിയതിനു ശേഷം ഏകദേശം 300 ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായും IDF പറയുന്നു. പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഇസ്രായേലി വ്യോമസേന പ്രസ്താവനയിൽ പറയുന്നു. തെക്കൻ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണവും ഇസ്രായേൽ തുടരുന്നുണ്ട്. തെക്കൻ ലബനനിലെ 60 ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി IDF അറിയിച്ചിട്ടുണ്ട്. ടയർ, സിദോൻ മേഖലകളിലെ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ആയുധ സംഭരണശാലകൾ, മിസൈൽ ലോഞ്ചറുകൾ, കമാൻഡ് സെന്ററുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തകർത്തവയിൽ ഉൾപ്പെടുന്നു. IDF സൈനികർക്കും ഇസ്രായേലി പൗരന്മാർക്കും നേരെ ആക്രമണം നടത്താനും ആസൂത്രണം ചെയ്യാനും തീവ്രവാദ സംഘടനകൾ ഈ കേന്ദ്രങ്ങൾ ഉപയോഗിച്ചിരുന്നുവെന്നും IDF അവകാശപ്പെട്ടു. ഇറാനിലെ ഒരു ആണവായുധ നിർമ്മാണ കേന്ദ്രം തകർത്തതായും IDF അവകാശപ്പെട്ടു. ആണവായുധങ്ങളുടെ പ്രധാന ഘടകം വികസിപ്പിക്കാൻ ഒരു കൂട്ടം ആണവ ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചിരുന്ന രഹസ്യ മിൻസാദേഹി കോമ്പൗണ്ടാണ് തകർത്തതെന്നാണ് IDFന്റെ വാദം. രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉപയോഗിച്ച് IDF ഈ പുതിയ സ്ഥലത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇറാനിയൻ ഭരണകൂടത്തിന്റെ കഴിവിന്റെ ഒരു പ്രധാന ഘടകം ഇല്ലാതാക്കുകയും ചെയ്തു എന്നാണ് IDF പറയുന്നത്. അതേസമയം ആക്രമണം നിർത്തില്ല എന്നും തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശേഷി അതിവേഗം കുറയ്ക്കുകയാണ് എന്നും US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഒരു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ തുടങ്ങി 100 മണിക്കൂറിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനോടകം തന്നെ 2000-ലധികം വെടിക്കോപ്പുകൾ ഉപയോഗിച്ച് ഏകദേശം 2000 ലക്ഷ്യങ്ങൾ ഞങ്ങൾ തകർത്തു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഞങ്ങൾ സാരമായി തകർക്കുകയും നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ, ലോഞ്ചറുകളും ഡ്രോണുകളും നശിപ്പിക്കുകയും ചെയ്തു. ഇതുവരെ 17 ഇറാനിയൻ കപ്പലുകൾ ഞങ്ങൾ നശിപ്പിച്ചു. അതിൽ പ്രവർത്തനക്ഷമമായ ഒരു അന്തർവാഹിനിയും ഉൾപ്പെടുന്നു. ഇന്ന് അറേബ്യൻ ഗൾഫ്, ഹോർമൂസ് കടലിടുക്ക്, ഒമാൻ ഉൾപ്പെടെയുള്ള ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ഒരു ഇറാനിയൻ കപ്പൽ പോലുമില്ല. ഞങ്ങൾ നിർത്തില്ല, ഞങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറയുകയാണ്. US വ്യോമസേന അവരുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് നടത്തുന്നത്. ഇറാനിലേക്ക് ഉയർന്ന തോതിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ 2 വ്യോമസേനകളായ US-ഉം ഇസ്രായേലും ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രോത്സാഹന രാജ്യത്തിന് മുകളിലുള്ള ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ പങ്കാളികളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയും മറ്റും പ്രധാന വ്യക്തികളും US ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ ആരംഭിച്ച സംഘർഷം 4-ാം ദിവസത്തിലേക്ക് കടന്നു. ഇതിന് പ്രതികാരമായി മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളും മറ്റും ഇസ്രായേലി കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ടെഹ്റാൻ പ്രത്യാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന യുദ്ധമായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചിലവേറിയ യുദ്ധങ്ങളിൽ ഒന്നാണ്. B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ, F-35 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങളുടെ ഉപയോഗം മൂലം പ്രതിദിനം ഏകദേശം $850 ദശലക്ഷം, അതായത് ഏകദേശം 7000 കോടിയിലധികം രൂപ അമേരിക്കയ്ക്ക് ചിലവാകുന്നുണ്ടെന്നാണ് കണക്ക്. സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ രാജ്യം വലിയൊരു സാമ്പത്തിക പ്രത്യാഘാതവും നേരിടുകയാണ്. ഏകദേശം 1 മാസമെങ്കിലും യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൈനിക വിന്യാസത്തിനും മറ്റും സന്നാഹങ്ങൾക്കുമായി ഭീമമായ തുകയാണ് അമേരിക്ക ഇപ്പോൾ നീക്കിവച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹി കപ്പലായ USS ജെറാൾഡ് ഫോർഡ് ഉൾപ്പെടുന്ന സംവിധാനങ്ങളുടെ ദൈനംദിന ചെലവുകൾക്കായി ഏകദേശം $6.5 മില്യൺ ആവശ്യമാണ്. ആക്രമണത്തിന് മുന്നോടിയായുള്ള സൈനിക വിന്യാസത്തിനും കപ്പലുകളുടെയും വിമാനങ്ങളുടെയും പുനർവിന്യാസത്തിനുമായ മാത്രം ഏകദേശം $630 മില്യൺ ഇപ്പോൾ തന്നെ ചെലവായതായി കണക്കാക്കപ്പെടുന്നു.
2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേലിന് മാത്രം 21.7 ബില്യൺ ഡോളറിന്റെ സൈനിക സഹായമാണ് അമേരിക്ക നൽകിയത്. യമൻ, ഇറാൻ എന്നിവിടങ്ങളിലെ മറ്റ് സൈനിക നീക്കങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ആകെ ചിലവ് 31.35 ബില്യൺ ഡോളറിനും 33.77 ബില്യൺ ഡോളറിനും ഇടയിലാണെന്ന് ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇത് ഏകദേശം 3 ലക്ഷം കോടി രൂപയോളം വരും. യുദ്ധം നീണ്ടുപോയാൽ മൊത്തം ചെലവ് 18.87 ലക്ഷം കോടി രൂപ വരെ എത്തിയേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാനുമായി ഇനി ചർച്ചകൾക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും അത് വളരെ വൈകിപ്പോയി എന്നാണ് ട്രംപിന്റെ നിലപാട്. എന്നാൽ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധമാണിതെന്നും ആക്രമണം അവസാനിക്കുന്നതുവരെ രാജ്യം ശക്തമായ പ്രതിരോധം തുടരുമെന്നുമാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ പ്രതിനിധി അലി ബഹ്റൈൻ വ്യക്തമാക്കിയത്. ഏതായാലും അമേരിക്കയിൽ ഇക്കാര്യത്തിൽ വലിയ തോതിൽ വിയോജിപ്പുകൾ ഉയർന്നതായിട്ടാണ് സൂചന. തങ്ങളുടെ നികുതി പണം എടുത്ത് ഇത്രയും വലിയ തോതിൽ യുദ്ധം ചെയ്തിട്ട് എന്ത് നേടാനാണ് എന്നാണ് അവരുടെ ചോദ്യം.